അവൻ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവൾക്ക് കേൾക്കുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനും തുടങ്ങി. മതി, നിർത്ത്. അവൻ വീണ്ടും എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതും അവളുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. പിടിച്ചെട്ടിയതുപോലെ ആ നിമിഷം അവന്റെ നാവ് നിശബ്ദമായി. ഈ താനൊരു അക്ഷരം മിണ്ടിയാനുണ്ടല്ലോ. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവൾ അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. ഞാൻ തന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താൻ കുറെ നേരം കിടന്ന് ചിരക്കുന്നുണ്ടല്ലോ. എപ്പോഴാണോ ഞാൻ തന്നോട് വന്ന് കാശ് ചോദിച്ച്? ഞാൻ തന്റെ അടുത്തേക്ക് വന്ന് എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞോ, അതോ കാശിനോട് ഞാൻ തന്റെ വീട്ടിൽ വന്ന് സത്യാഗ്രഹം ഇരുന്നോ? എടോ ഇരുന്നോന്ന് അവൾ അവന്റെ നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. അവൻ 2 സ്റ്റെപ്പ് പിന്നിലേക്ക് നീങ്ങുന്നോണ്ട് അറിയാത്തന്നെ ഇല്ലെന്ന രീതിയിൽ തലയാട്ടിപ്പോയി. എന്റെ നിസ്സായാവസ്ഥയെ മുതലെടുത്തോണ്ട് താനല്ലേടോ എനിക്ക് കാശ് വെച്ച് നീട്ടിയത്? എടോ അല്ലേന്ന്. ഒരു നിമിഷം അവിടെ അലർച്ചയിൽ അവനൊന്ന് അടങ്ങിപ്പോയി. കുടിച്ച കള്ളിന്റെ കെട്ടെല്ലാം ഇറങ്ങിയതുപോലെ. എടോ താൻ പറഞ്ഞില്ലേ തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ഞാൻ എണ്ണി വാങ്ങിയത്? എന്തിനു വേണ്ടിയാണ് ഞാൻ വാങ്ങിയത് തനിക്ക് അറിയില്ലേടോ? അവൾ വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. എന്റെ കുഞ്ഞുവിന് വേണ്ടി അവളുടെ ജീവൻ രക്ഷിക്കാൻ എന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത്. ആൾ അവനോ വാശിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഹോസ്പിറ്റൽ വരാതിൽ പകച്ചെന്ന് എന്റെ മുന്നിലേക്ക് ഇരയെ കൊടുക്കാൻ നടക്കുന്ന വേട്ടക്കാരന്റെ ശൗര്യത്തോടെ താൻ അവതരിച്ചു. അപ്പോഴും ഞാൻ തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കണം, തന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നോടോ? ഞാൻ ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽസിലെ സിദ്ധാർത്ഥ സാർ എന്റെ കുഞ്ഞിനും എന്റെ ഓപ്പറേഷന് വേണ്ടി പണം തരാന്ന് പറഞ്ഞപ്പോ ഒരു കുഞ്ഞിന്റെ വിലയാണെന്ന് പോലും ഓർക്കാതെ ഒരു ദാക്ഷിണ്യം കൂടെ മുടക്കിക്കൊണ്ടിരടോ താൻ എന്നെ തന്റെ വലയിൽ വീഴ്ത്തിയത്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുറക്കാൻ പോലും മറന്നുകൊണ്ട് അവൻ തന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും അവനോട് തന്നെ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷം എന്റെ കുഞ്ഞുവിന്റെ ജീവനായിരുന്നു എനിക്ക് വലുത്. അതുകൊണ്ടാ ഞാൻ മറ്റൊന്നും ആലോചിക്കാത്ത എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്, അറിയാടോ? അവൾ വീണ്ടും അവന്റെ നേരെ ചീറിക്കൊണ്ട് ചെന്നു. ആ നിമിഷത്തെ അവളുടെ ഭാവത്തിൽ അവൻ 2 സ്റ്റെപ്പ് കൂടി പിന്നിലേക്ക് വെച്ചു. അപ്പോഴും തന്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് തന്റെ കയ്യിലേക്ക് നിന്ന് മാത്രമായിരുന്നു എഗ്രിമെന്റ്. എന്നിട്ട് താൻ എന്നോട് ചെയ്തെന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോടോ? അവൾ അവന്റെ ഇരുകോടലും പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. എന്തൊക്കെയോ മനസ്സിൽ വെച്ച് ആരോടൊക്കെയുള്ള ദേഷ്യത്തിന് പുറത്ത് താൻ എന്നെ 2 ദിവസം വാക്കുകൾ കൊണ്ട് അപമാനിക്കുകയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തില്ലടോ? ആ നിമിഷം അവൾ സമനില തെറ്റിയതുപോലെ അലറുകയായിരുന്നു. അവളുടെ ശരീരം വല്ലാതെ വിറച്ചുപോയി. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആ 2 രാത്രികൾ അവൾക്ക് ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. ഞാനും ചോദിക്കട്ടെ, അത്ര ഉപദ്രവിക്കാനും മാത്രം എന്ത് തെറ്റായിരുന്നു ഞാൻ തന്നോട് ചെയ്ത്? താൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ എന്റെ കുടുംബം ചെയ്ത് തെറ്റിന്റെ പേരിലാണ് താൻ എന്നെ ഉപദ്രവിക്കുന്നത്. അതിന് മാത്രം എന്ത് തെറ്റാണോ എന്റെ കുടുംബം തന്നോട് ചെയ്ത്? എന്റെ ചിറ്റ എന്ത് തെറ്റാ തന്നോട് ചെയ്ത്? ഇങ്ങനെ ഒരു ദ്രോഹിക്കാനും മാത്രം എന്ത് പാപാടോ ഞാൻ എന്റെ കുടുംബം നിങ്ങളോടൊക്കെ ചെയ്ത്? അവൾ അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചപ്പോഴേക്കും ഒരു നിമിഷം അവൻ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. ആൾക്കുള്ള മറുപടിയായി പറയാൻ നാവിൻ തുമ്പിൽ ശക്തമായ ഒരു കാരണം തെളിഞ്ഞിരുന്നെങ്കിലും ആ നിമിഷം അവൾക്ക് മുന്നിൽ അത് വെളിപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്താണോ മറുപടിയില്ല തനിക്ക്? അത് തന്നെ നാവറിപ്പോയോ? വീഴാൻ ഭാവമില്ലാത്ത പോലെ അവൾ അപ്പോഴും അവന്റെ നേരെ ആക്രോശിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ പോലുള്ളമാർക്കൊക്കെ പെൺകുട്ടികളോട് കൈകരുത്തി കാണിക്കാനല്ലേ അറിയൂ. ഡൽഹി പീഡന കേസിൽ 5 നരാധമന്മാരെയും തന്നെയൊക്കെ ഒരേ പേരിട്ട് എന്നെ വിളിക്കേണ്ടത് റേപ്പിസ്റ്റ് പറഞ്ഞിരുന്ന അവിടെ കാരണത്ത് അവന്റെ ശക്തമായ കരങ്ങൾ പതിഞ്ഞു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ പകച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം അവനോടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുരണ്ടു. യു ബ്ലഡി. അവൾ പറഞ്ഞ ഓരോ വാക്കുകളുടെയും കാഠിന്യത്തിൽ അവന് അപമാനവും വേദനയും തോന്നി. അവന് തന്നെ സമനില തെറ്റുന്ന പോലെ തോന്നി. നിന്റെ ഇല്ലില്ലാത്ത നാവുകൊണ്ടിന്റെ ഒരു അക്ഷരം മിണ്ടിയാനുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. അവനവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അലറി. ഒരു നിമിഷം അവന്റെ ആ മുഖഭാഗത്തിൽ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. നീ ചോദിച്ചില്ലേ ഇത്രയും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും മാത്രം നിന്റെ കുടുംബം എന്ത് തെറ്റാണ് ഞങ്ങളോട് ചെയ്തെന്ന്? പോയി നിന്റെ ചിറ്റയോട് ചോദിക്കടി, അവര് എന്ത് ചതിയാണ് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തെന്ന്. അവര് കാരണം ഞങ്ങൾക്കുണ്ടായ നഷ്ടം എത്ര വലുതാണെന്ന് പോയി ചോദിക്കടി ആദ്യം. അവര് പറഞ്ഞുതരും അതിനുള്ള മറുപടി. എന്നിട്ട് നീ വന്ന് എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്ക്. വർദ്ധിച്ച ദേഷ്യത്തോടെ അവനോട് മുന്നിൽ നിന്ന് അലറിക്കൊണ്ട് പറഞ്ഞു. ശേഷം ഇനി അവളോടുള്ള ദേഷ്യം തീരാതെ ചുമരിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ട് അവൻ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും അവൻ പറഞ്ഞ വാക്കുകളുടെ പൊരുളറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു തനുശ്രീ. കണ്ണിൽ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം വീണതും തനുപതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. ഒരു നിമിഷം താനിത് എവിടെയാണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. അവൾ കണ്ണുകൾ ഒന്നുകൂടി മുറുക്കി അടച്ച് തുറന്നു. അപ്പോഴാണ് താനിപ്പോൾ ദത്തന്റെ റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായത്. അതുപോലെ താനിപ്പോൾ സോഫയിൽ കിടക്കുകയാണ്. അവളുടെ കണ്ണുകൾ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നീണ്ടു. 6 AM. നേരം വെളുത്ത് തുടങ്ങിയിട്ടേയുള്ളൂ. അവൾ ഒരു നെടുവീർപ്പോടെ സോഫയിൽ എഴുന്നേറ്റിരുന്നു. തലേ ദിവസം രാത്രി അത്രയും ദേഷ്യപ്പെട്ടുകൊണ്ട് ദത്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ഓരോന്നും ഓർത്തുകൊണ്ട് സോഫയിലേക്ക് വന്നിരുന്നായിരുന്നു തനു. എപ്പോഴോ ഇറങ്ങിപ്പോയി. അവൾ ഓർത്തുകൊണ്ട് ചുറ്റിനും നോക്കി. ബെഡ് ശൂന്യമായിരുന്നു. ദത്തൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ സോഫയുടെ ഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. അപ്പോഴും അവിടെ മനസ്സ് നിറയെ കഴിഞ്ഞ രാത്രിയിൽ ദത്തൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇത്രയും പക തോന്നാനും മാത്രം എന്ത് ചതിയായിരിക്കും ചിറ്റവരുടെ കുടുംബത്തോട് ചെയ്ത്? അവൾ മനസ്സിലാതെ തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. നിർത്താതെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും ഉറക്കത്തിൽ നിന്ന് വിഷ്ണു ഞെട്ടി ഉണർന്നു. കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവൻ ടേബിളിൽ നിന്നും കൈയെത്തിച്ചുകൊണ്ട് ഫോൺ എടുത്തു.
ഈ കൊച്ചുളുപ്പങ്കാലത്ത് ഇതാരാണാവോ? സ്ക്രീനിലേക്ക് നോക്ക് പോലും ചെയ്യാതെ പിറുപിറുത്തുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, വിഷ്ണു ഹിയർ. ഹു ഈസ് ദിസ്? നിന്റെ അപ്പൻ. പെട്ടെന്ന് മറുവശത്തും ദത്തന്റെ അറസ്റ്റ് കേട്ടും അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വഴുതി താഴെ വീണു. എന്റെ അച്ഛനെ വിളിക്കാനാണോ ഈ കാലം കൊച്ചുകുളപ്പങ്കാലത്ത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച്? അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. എന്താടാ പുല്ലേ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഫോൺ എടുത്തും വിഷ്ണു ദത്തനോടായി ചോദിച്ചു. ചിലക്കാതെ വന്ന് വാതിലുകളെ തെണ്ടി. എന്ത്? ആ പറഞ്ഞു മനസ്സിലാതെ വിഷ്ണു വീണ്ടും ചോദിച്ചു. വന്ന് ഫ്രണ്ട് ഡോർ ഓർക്കാൻ. ദത്തൻ വീണ്ടും പറഞ്ഞു. വിഷ്ണു ചാടി എഴുന്നേറ്റോട് താഴേക്ക് ഓടി. വാതിൽ തുറന്നു മുടിയാകെ പാറിപ്പറന്ന് മുഖമൊക്കെ വിളറി വെളുത്ത് കണ്ണുകൾ ചോപ്പിച്ച് ഇരുകൈകളും വാതിൽ പടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ മുന്നിൽ നിൽക്കുന്ന ദത്തനെ കണ്ടതും ഒരു നിമിഷം വിഷ്ണു തറഞ്ഞു നിന്നുപോയി. എന്താ ദത്ത, എന്താ ഇത്? നിനക്കെന്താ പറ്റി? അവന്റെ രൂപം കണ്ടതും വിഷ്ണു അവന്റെ അരികിലേക്ക് വന്ന് പരിഭ്രമത്തോടെ ചോദിച്ചു. എന്നാൽ അതിന് മറുപടിയൊന്നും പറയാതെ അവനെ രൂക്ഷമായി നോയിക്കൊണ്ട് ദത്തൻ അകത്തേക്ക് കയറിപ്പോയി. ഇവനിതെന്തു പറ്റി? ഇനി അവള് വീണ്ടും അവന് തലക്കിട്ടെങ്ങാനും വല്ലതും കൊടുത്തോ? അവൻ ദത്തൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് സംശയത്തോടെ നിന്ന് പിറുപിറുത്തു. ശേഷം ഡോർ ലോക്ക് ചെയ്തിട്ട് അവൻ പോയ വഴിയെ തന്നെ വിഷ്ണുവും ചെന്നു. ദത്തൻ നേരെ ചെന്ന് വിഷ്ണുവിന്റെ അച്ഛന്റെ മിനി ബാറിലേക്കായിരുന്നു. വിഷ്ണു എത്തിയപ്പോഴേക്കും അവനൊരു കുപ്പി പൊട്ടിച്ചടിക്കാൻ തുടങ്ങി. അയ്യോടാ, അതെടുക്കല്ലേ, അതിന്റെ പപ്പയുടെ ഫേവറേറ്റ് ബ്രാൻഡാ. ദത്തനെടുത്ത കുപ്പി കണ്ടതും വിഷ്ണു അവന്റെ അരികിലേക്ക് ഓടിക്കൊണ്ടുവന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ പപ്പ മിലിറ്ററിയിലായിരുന്നു, മേജർ മഹാദേവൻ. അങ്ങനെ കിട്ടുന്ന കുപ്പികളാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദത്തൻ അവൻ പറഞ്ഞ് പാടെ അവഗണിച്ചുകൊണ്ട് കയ്യിൽ നിന്ന് കുപ്പി ഒട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ശേഷം വെള്ളം പോലും ചേർക്കാതെ അത് വായിലേക്ക് അമിഴ്ത്തി. ആദ്യത്തേത് കഴിഞ്ഞും അവൻ വീണ്ടും വീണ്ടും ഒഴിച്ച് കുടിക്കാൻ തുടങ്ങി. ഇവനിത് എന്താ ഭഗവാനെ ചെയ്യുന്നത്? പപ്പയും അമ്മയും ഇവിടെ ഇല്ലാത്ത ഭാഗ്യം. അവൻ കുടിക്കുന്നുണ്ടതും വിഷ്ണു പിറുപിറുത്തോടെ തലയിൽ കൈവച്ചിരുന്നു. ഒടുവിൽ ആ കുപ്പിയോടെ എടുത്തുകൊണ്ട് അവൻ വായിലേക്ക് അമിഴ്ത്തിയതും ഇനിയും നോക്കിക്കൊണ്ടിരുന്ന ഉടനെ തന്നെ അവന്റെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടത്തായെന്ന ഓർമ്മയിൽ അവൻ ഓടിച്ചെന്ന് ആ കുപ്പി പിടിച്ചു വാങ്ങി മാറ്റിവെച്ചു. കുപ്പി എടുക്കലാ പുല്ലേ! ദത്തൻ ദേഷ്യത്തോടെ അവന്റെ നേരെ ചീറി. നിനക്കിതെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത്? വിഷ്ണു അവന്റെ നേരെ ചൂടായി. അതേടാ, എനിക്ക് ഭ്രാന്താ. എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളാ, ആ യക്ഷി. അവൻ പല്ലെറിഞ്ഞിരിച്ചുകൊണ്ട് ചീറി. നീ ഇത് ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ആരെ പറ്റിയാണ് അവൻ പറയുന്നത് വ്യക്തമായി മനസ്സിലായെങ്കിലും അവൻ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നടിച്ചു. ഓ, നിനക്ക് അവളെ അറിയില്ല അല്ലേടാ പുല്ലേ? എന്നാ പിന്നെ ഞാൻ തന്നെ പറഞ്ഞുതരാം. മനക്കല തമ്പുരാട്ടി അമ്മയായിട്ട് ഒരുത്തി എഴുന്നള്ളിയിട്ടുണ്ടല്ലോ, തനുശ്രീ ചന്ദ്രശേഖർ. ഓ അല്ലല്ല, ഇപ്പൊ തനുശ്രീ ചന്ദ്രശേഖരനല്ലോ, മിസ്സിസ് തനുശ്രീ ദേവദത്തൻ. അവൻ പല്ലിയരിച്ചുകൊണ്ട് പറയുന്ന കേട്ടതും വിഷ്ണു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിയടക്കി. എങ്ങാനും ചിരിച്ചു പോയാൽ സ്വന്തം കൂട്ടുകാരനാണെന്ന് പോലും നോക്കാതെ അവൻ തന്റെ തലയടിച്ച് പൊട്ടിക്കുന്നവൻ അറിയാമായിരുന്നു. തനുവോ? അതിന് തനു എന്ത് ചെയ്തതാ? നീയല്ല അവളിട്ട് ഉപദ്രവിക്കുന്നത്? വിഷ്ണു നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ദത്തൻ അവനെ രൂക്ഷമായി നോക്കി. അല്ലെങ്കിലും നിനക്കൊക്കെ അവളെ മതിയല്ലോ, നീയൊക്കെ അവളുടെ സൈഡല്ലേ. ആദ്യം എന്റെ അപ്പച്ചി അവൾ കയ്യിലെടുത്തു, ഇപ്പൊ നിന്നെയും. അവൻ ദേഷ്യത്തോടെയാണ് പറഞ്ഞെങ്കിലും അവന്റെ സ്വരത്തിൽ നിറയെ കൊച്ചുകുട്ടികളെപ്പോലുള്ള പരിഭവമായിരുന്നു. അത് മനസ്സിലായതുപോലെ വിഷ്ണു ചിരിച്ചു. എന്തിനാണ് പുല്ല ഇരുന്ന് കിണിക്കുന്നത്? അവന്റെ ചിരിയേണ്ടതും ദത്തൻ ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ ചിരിക്കാതെ നിന്റെ ഈ പറച്ചിൽ കേട്ട ഏത് ഗൗരവക്കാരൊന്ന് ചിരിച്ചു. ഒരുമാതിരി കൊച്ചുകുട്ടികൾ അമ്മയോടൊന്ന് വരാതെ അറിയുന്ന പോലെ. ചിരിയോടുള്ള വിഷ്ണുവിന്റെ മറുപടി കേട്ട് ദത്തൻ പല്ലടിച്ചു. നീ അത് വിട്, ഇപ്പൊ എന്താ പ്രശ്നം? ആള് വീണ്ടും നിന്നെ എടുത്തിട്ട് അലക്കിയോ? വിഷ്ണു ചോദിച്ചു കേട്ട് പൊടുന്നതിനെ ദത്തന്റെ മുഖം വാങ്ങി. അത് അവളെന്നെ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചടാ. വിഷമത്തോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ടതും അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന വിഷ്ണുവിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. റേപ്പിസ്റ്റ് എന്നോ? അതെന്തിനാ അവള് നിന്നെ അങ്ങനെ വിളിക്കുന്നത്? അതിന് നീ എന്താണ് അവളെ ചെയ്ത്? ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ എന്താ പറഞ്ഞെന്ന ബോധം ദത്തനുണ്ടായത്. താൻ അവൾ ഉപദ്രവിക്കുന്ന കാര്യം വിഷ്ണുവിന് അറിയാമെങ്കിലും ബലമായി താൻ അവൾ സ്വന്തമാക്കിയ കാര്യം അവൻ അറിയില്ല. അതറിഞ്ഞാൽ അവന്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലെന്ന് തനിക്കെന്നെ അറിയാമായിരുന്നു. ഞാൻ ചോദിച്ചിട്ടില്ല ദത്ത, അവള് നിന്നെ അങ്ങനെ വിളിക്കാൻ മാത്രം നീ അവളോട് എന്താ ചെയ്തെന്ന്? വിഷ്ണുവിന്റെ സ്വരം വല്ലാതെ മുറുകിയിരുന്നു. അത് വിഷ്ണു, ഞാൻ അവനെ എന്ത് പറയണമെന്നറിയാതെ നിന്ന് വിക്കി. ചോദിച്ചതിന് മറുപടി അവരുടെ പുല്ലേ. അവന്റെ ഭാഗം കണ്ടതും വിഷ്ണു ദേഷ്യത്തോടെ അവന്റെ നേരെ അലറി. അത് പിന്നെ വിഷ്ണു, ഞാനത് ഓഫീസിൽ നിന്ന് തിരിച്ചു പോയപ്പോ വഴിയിൽ വെച്ചൊരു ബാറി കയറി നന്നായിട്ട് മദ്യപിച്ചിരുന്നു. ആ അവസ്ഥയിൽ റൂമിൽ ചെന്നപ്പോ അവള് സോഫയിൽ കിടക്കുന്ന കണ്ട. ആ നിമിഷം പലരുടെയും മുഖം മനസ്സിൽ വന്നപ്പോ ബലമായിട്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞു വന്ന മുഴുവനാക്കാതെ അവൻ മുഖം കുനിച്ചു. വിഷ്ണുവിന്റെ വലതുകരം ശക്തമായി അവന്റെ കവിളിൽ പതിഞ്ഞു. പന പോലെയാടി, അവിടെ ഒരു കൊച്ചു പെണ്ണല്ലായിരുന്നടാ. എങ്ങനെ തോന്നിയാണ് നിനക്ക് അതിനത്രയും ദ്രോഹിക്കാൻ? അവന്റെ കോളിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു അലറി. താൻ അതിന് അർഹനാണെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാതെ ദത്തൻ മുഖം കുനിച്ചു. അന്നൊരു രാത്രി മാത്രമേ അങ്ങനെ സംഭവിച്ചുള്ളൂ? അതോ പിന്നെയും നീ അവളെ?
മൂർച്ചയേറിയ ശബ്ദത്തിൽ അവൻ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ദത്തൻ മുഖം തിരിച്ചു. അത് പിറ്റേന്നും അതിനുശേഷം ആളുകൾ പനി പിടിച്ചു. മറ്റെങ്ങും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. പൊട്ടി വന്ന ദേഷ്യം നിയന്ത്രിക്കാനെന്ന പോലെ ഒരു നിമിഷം വിഷ്ണു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു. വിഷ്ണു, ഞാൻ അത് അങ്ങനെ സംഭവിച്ചു പോകണം. അവളെ ഫലമായിട്ട് കീഴ്പ്പെടുത്തണമെന്നൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അവളുടെ കുടുംബത്തോടുള്ള പക അവളോട് തോന്നിയപ്പോൾ അവളെ വേദനിപ്പിച്ചുകൊണ്ട് അവളെ ചീറ്റയെ താർക്കണമെന്നേ കരുതിയുള്ളൂ. അപ്പോഴും അവളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കണം എൻ്റെ മനസ്സിൽ വിദൂരതയിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ എൻ്റെ കുഞ്ഞവളുടെ ഉദയത്തിൽ പിറവെടുക്കുന്നത് അവളുടെ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം മദ്യത്തിൻ്റെ ലഹരിയോടൊപ്പം അവളുടെ ചിറ്റകാരൻ എൻ്റെ കുടുംബം അനുഭവിച്ച വേദന, അപ്പച്ചിയുടെ തോരാ കണ്ണുനീര്, മുത്തശ്ശൻ്റെ മരണം, ഒടുവിൽ എൻ്റെ കുഞ്ഞമ്മാവൻ, എല്ലാം കൂടെ ഓർത്തപ്പോൾ ഒരു നിമിഷം എൻ്റെ കൈവിട്ടുപോയി. പിറ്റേന്നും അതിനെ സംഭവിച്ചു. ആൻ മുഖം കുറിച്ചെന്നോട് പറയുന്ന കേട്ടതും വിഷ്ണു തിരിഞ്ഞവനെ നോക്കി. നീ ഇപ്പൊ പറഞ്ഞ ഒരൊറ്റ കാരണവും തനുവിനോട് നീ ചെയ്ത തെറ്റുള്ള ന്യായീകരണം അല്ല ദത്ത. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവൾ പ്രാപിക്കുന്നത് മഹാപാപം തന്നെയാ. വിഷ്ണു ഗൗരവത്തോടെ പറഞ്ഞു. ദത്തന്റെ മുഖം കൂർത്തു. ദേ വിഷ്ണു, ഞാൻ അവളോട് ചെയ്ത തെറ്റ് തന്നെയാ, സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ സ്വന്തമാക്കിയത് വേറെ ആരെയല്ലല്ലോ. ഞാൻ താലിയിട്ട് എൻ്റെ ഭാര്യയെ തന്നെയല്ലേ. ചെയ്ത തെറ്റാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും അവനതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് മനസ്സിലായതുപോലെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് വിഷ്ണുവിന്റെ നേരെ തിരിഞ്ഞു. നീ മാരിറ്റൽ റേപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? വിഷ്ണു ഗൗരവത്തോടെ ചോദിച്ചു. ദത്തന് സംശയത്തോടെ അവരെ നോക്കി. സ്വന്തം ഭാര്യ അവിടെ സമ്മതമില്ലാതെ ബലമായി കീഴ്പ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനെയാണ് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത്. താലിയിട്ട് എന്ന് വെച്ചാൽ അതിന്റെ പേരിൽ നിനക്ക് അവളെ എന്തും ചെയ്തോളെന്ന് നീ കരുതരുത്. ഞാനെന്ന് പറഞ്ഞ പോലെ അവളൊരു പരാതി എഴുതി കൊടുത്താൽ പൊന്നുമോൻ അകത്ത് കിടക്കും. 10 വർഷത്തിൽ കുറെ ആ ശിക്ഷയും കിട്ടും. വിഷ്ണു ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ദത്തന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തു. ഏതാ പിന്നെ നീ പോയി അവളോട് പറ, പോയി പരാതിയോട്. ഏതാ പിന്നെ ആൻ കയറുവോടെ പറഞ്ഞിട്ട് വിഷ്ണുവിന് ചിരി വന്നു. ചെയ്ത തെറ്റാണെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. എന്നാൽ അവ സമ്മതിച്ചു തരാൻ അവന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. വരട്ടെ, ഏടെ വരെ പോകും നോക്കാം. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു അവന്റെ വീർപ്പിച്ചു വെച്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ക്ലോക്കിൽ 8 മണി അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് പിന്നെ തനു കണ്ണുകൾ തുറക്കുന്നത്. അതുവരെ അവൾ ആ സോഫയിൽ തന്നെ ചാരിയിരുന്നുകൊണ്ട് ഉറങ്ങിയായിരുന്നു. അവളുടെ കണ്ണുകൾ പിന്നെയും ശൂന്യമായ ബെഡിലേക്ക് നീണ്ടു. ഇന്നലെ തന്റെ വാക്കുകൾ കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ തന്നോട് ചെയ്തു വെച്ച് നോക്കുമ്പോൾ താൻ അത്രയെങ്കിലും പറയണ്ടേ. തന്നോട് അത്രയും ദ്രോഹം ചെയ്തിട്ടും യാതൊരു കുറ്റബോധവും ഇല്ലാതെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്ന കാണുമ്പോഴാണ് സഹിക്കാൻ കഴിയാത്ത ദേഷ്യം തോന്നുന്നത്. ആൾ മനസ്സിലോർത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു. എന്തായാലും ഇതിന്റെ പേരിൽ അയാൾ തന്നോട് എങ്ങനെ പ്രതികരിച്ചാലും അതിന് താൻ തക്കതായ മറുപടി തന്നെ കൊടുക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോഴാണ് അവളുടെ മനസ്സിലേക്ക് അവൻ പറഞ്ഞ മറ്റൊരു കാര്യം കടന്നു വന്നത്. നീ ചോദിച്ചില്ലേ ഇത്രയും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും മാത്രം നിന്റെ കുടുംബം എന്ത് തെറ്റാണ് ഞങ്ങളോട് ചെയ്തെന്ന്? പോയി നിന്റെ ചീറ്റയോട് ചോദിക്കടി, അവരെന്ത് ചതിയാണ് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തെന്ന്. അവര് കാരണം ഞങ്ങൾക്കുണ്ടായ നഷ്ടം എത്ര വലുതാണെന്ന് പോയി ചോദിക്കടി ആദ്യം. അവര് പറഞ്ഞുതരും അതിനുള്ള മറുപടി. എന്നിട്ട് നീ വന്ന് എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്ക്. അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു? അതിന് മാത്രം എന്ത് തെറ്റാണ് എന്റെ ചിറ്റ ഇവരോടൊക്കെ ചെയ്ത്? എന്റെ അറിവിലെ ചിറ്റ ഒരു പാവ. അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും ദ്രോഹം ചെയ്യാൻ എന്റെ ചിറ്റയ്ക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ അയാളെന്തിനങ്ങനെ പറയണം? ആളുടെ മനസ്സാ കലുഷിതമായി. അറിയണം, ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ തന്നെ ചെയ്യണം. ആരോടൊന്നും ചോദിക്കുക? അപ്പച്ചിയോട് ചോദിച്ചാലോ? ആൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു. ചിലപ്പോൾ അപ്പച്ചി സത്യം പറയണമെന്നില്ല. പിന്നെ ആരോട്? ചിറ്റയോടോ? വേണ്ട, അയാൾക്ക് വല്ല തെറ്റിദ്ധാരണയാണെങ്കിൽ ചിറ്റയ്ക്ക് വിഷമാവും. പിന്നെ ഇനി ആരോട്? ആളങ്ങനെ ചിന്തിച്ചിരുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലൊരു മുഖം തെളിഞ്ഞു വന്നു. അത് അവളിലൊരു പുഞ്ചിരി നിറച്ചു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ സോഫയിൽ നിന്നും പതിയെ എഴുന്നേറ്റു. ശേഷം ഒരു നെടുവീർപ്പോടെ സ്റ്റാൻഡിൽ കിടന്ന ടവലും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ഇന്നെന്താ മോളെ, എഴുന്നേക്കാൻ ലേറ്റായോ? കുളിച്ച് ഫ്രഷായി അടുക്കളയിൽ കയറി വന്ന് തരുവിനെ നോക്കിക്കൊണ്ട് രാജേശ്വരി ചോദിച്ചു. അതപ്പച്ചി കുറച്ച് ഉറങ്ങിപ്പോയി, അതാ ലേറ്റായത്. മറുപടി പറയുമ്പോൾ അവളിൽ വല്ലാത്ത കുറ്റബോധവും ചാളിതയും തെളിഞ്ഞു നിന്നു. അതിനെന്താ മോളെ, ഉറങ്ങുന്ന അത്ര വലിയ കുറ്റമൊന്നുമല്ലല്ലോ. പിന്നെ മോളിയോടെ വന്നിട്ട് മലമറിക്കാനുള്ള പണികളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കപ്പിൽ ഒഴിച്ചു വെച്ചിരുന്ന ചായ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴാണ് വാതിൽ കടന്ന് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നത്. അവരെ കണ്ടതും താൻ കുറച്ച് ഒതുങ്ങി നിന്നു. അപ്പോഴാണ് ശ്രീദേവി അവളെ കാണുന്നത്. ഒരു നിമിഷം അവരുടെ മുഖത്ത് കോപം തെളിഞ്ഞു. മൂട്ടിൽ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങിയിട്ട് ഇപ്പോഴാണ് ഓരോന്ന് അടുക്കളയിലേക്ക് വന്നു കയറുന്നത്. കയ്യും കഴുകി വന്നിരിക്കുമ്പോ ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ചാൽ നീയുടെ വേലക്കാരിയും നിർത്തിയിട്ടില്ലല്ലോ. ദേഷ്യത്തോടെ അവർ തനുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ മുഖം വിളറി വെളുത്തു. ഏടത്തി എന്തൊക്കെയായി പറയുന്നത്? പെട്ടെന്നുള്ള ശ്രീദേവിയുടെ ആ സംസാരത്തിൽ രാജേശ്വരി ഒന്ന് വല്ലാതെയായി. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റി രാജി? ഒരു വീടാകുമ്പോൾ അവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവും.
ഇവിടുത്തെ മരുമകളല്ലേ? അതിരാവിലെ എഴുന്നേറ്റില്ലെങ്കിലും ഒരു 6 മണിക്കെങ്കിലും എഴുന്നേറ്റ് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ ഇവൾക്ക്? എന്തേ നിന്റെ വീട്ടിലൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? വലിയ വീട്ടിലെ ആണുങ്ങളെ വളച്ചെടുക്കാൻ മാത്രമേ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ളൂ. അല്ലെങ്കിലും കുടുംബത്തോട് അതാണല്ലോ ശീലം. ഏടത്തിയുടെ വാക്കുകൾ അതിനെ കിടക്കുന്നു. തനുവിനെ നോക്കിക്കൊണ്ട് അവർ അവജ്ഞയോടെ പറഞ്ഞു നിർത്തിയതും രാജേശ്വരിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. അതോടൊപ്പം തനുവിന്റെ എങ്ങനടി. അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും പറയുമ്പോഴാണല്ലോ ആർക്കും പിടിക്കാത്ത. ഇവിടെ കുടുംബം ചെയ്യുന്നെല്ലാം പുണ്യപ്രവൃത്തിയും. അപ്പോഴും അവർ കലിയടങ്ങാത്ത പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ഏടത്തി, ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് തെറ്റിന് ഇവളെ വെറുതെ ക്രൂശിക്കരുത്. അതിന് മാത്രം ഈ കുഞ്ഞ് എന്ത് ചെയ്തു? രാജേശ്വരി ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു. ഇവളെ എന്ത് ചെയ്തെന്നോ? എന്റെ കുഞ്ഞിന്റെ താതി അണിഞ്ഞുകൊണ്ട് ഇവൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവള് ചെയ്ത തെറ്റ്.